പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വ്യക്തിബന്ധങ്ങൾ തകരാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആളുകളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം അവരുടെ പെരുമാറ്റ രീതികൾ പല തരത്തിലായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മളുമായിട്ടുള്ള ഇടപെടുന്ന ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധം തകരാതിരിക്കണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കും. നമ്മൾ വളരെ കുറച്ച് ആളുകളുമായിട്ട് മാത്രമേ ഒരു സാധാരണ മനുഷ്യൻ ഇടപെടുന്നുള്ളൂ. 200 അല്ലെങ്കിൽ 300 ആളുകളുമായിട്ട് മാത്രമേ ഒരു അടുത്ത ബന്ധം ഉണ്ടാവുന്നുള്ളൂ. ആ ബന്ധം തകരാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് ശ്ലീഹ എഴുതിയിട്ടുള്ള 14 ലേഖനങ്ങളിൽ ഒന്നാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. എഫേസ്യയിലുള്ള സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. പൗലോസ് ശ്ലീഹ എഴുതി അവർക്ക് കൊടുത്ത ഒരു ലേഖനം. അതിനകത്ത് ഈ വ്യക്തിബന്ധങ്ങൾ തകരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം പൗലോസ് ശ്ലീഹ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വാക്കുകൾ ബൈബിൾ സൊസൈറ്റിയിലെ ബൈബിളിൽ നിന്ന് എടുത്താണ്. ഇംഗ്ലീഷ് ബൈബിളിലെ കിങ് ജെയിംസ് വെർഷനിലുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കൂടി വായിക്കാം. With all lowliness and gentleness, with long suffering, bearing with one another in love, enduring to keep the unity of the Spirit in the bond of peace. അത് കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിളിലുള്ളതാണ്. ഇനി PS ബൈബിളിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുക. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കും. ഈ വചനം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പൗലോസ് ശ്ലീഹ പറയുന്ന ആദ്യത്തെ കാര്യം, നമ്മൾ ദൈവ വിളി കേട്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ്. അപ്പോൾ ആ വിളിക്ക് യോഗ്യമായ വണ്ണം നമ്മൾ ജീവിക്കേണ്ടതാണ്. അതിനൊന്നാമത്തെ കാര്യം നമ്മൾ പൂർണ്ണ വിനയം ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഇംഗ്ലീഷിലെ ഹ്യൂമിലിറ്റി എന്നൊരു വാക്കാണ് അതിനെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. അതിൻ്റെ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള വാക്കാണ് ലോഡ്ലിനെസ്, വിനയം. നമ്മൾ എന്തായിരിക്കുന്നുവോ, നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ മനോഭാവം, വിനയം. അപ്പോഴാണ് വിനയം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട്. ഞാൻ എന്നതൊക്കെയാണ്, ഞാൻ ഇന്ന രീതിയിലായിരിക്കണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്,
അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് വിനയത്തോടുകൂടി ആളുകളുമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. വിനയത്തിന് ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അഹങ്കാരമാണ്, ഞാനെന്താ ഭാവം. അത് വേണ്ട എന്നുള്ളതാണ്. ഈ നല്ല ബന്ധം നിലനിർത്തണമെങ്കിൽ നമ്മൾ വിനയത്തോടുകൂടി ആളുകളുമായിട്ട് ഇടപെടണം എന്നുള്ളതാണ്. വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ പാവം, അയ്യോ പാവം എന്നുള്ള ഒരു മനോഭാവമല്ല. നമ്മളെന്താണോ അത് തന്നെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റത്തിൽ. അതിൽ കൂടെ ഭാവിച്ച് ഉയരേണ്ട കാര്യമില്ല. നമ്മളെന്ത് നടപടികളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അത് തന്നെ ആയിരിക്കണം. അപ്പോൾ റിയാലിറ്റി ഉണ്ടായിരിക്കണം. അത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ലോൺലിനെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വിനയം ഉണ്ടാവുക. ഒരു സ്ത്രീ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നമ്മൾ നല്ല ബന്ധം നിലനിർത്തണമെങ്കിൽ നമ്മൾ വിനയമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്, പൂർണ്ണ വിനയത്തോടെ. രണ്ടാമത്തെ കാര്യം സൗമ്യതയോടെ. ഇംഗ്ലീഷ് വാക്ക് മീക്ക്നെസ് എന്നാണ്, MEEKNESS, മീക്ക്നെസ്. ആ സൗമ്യമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ തന്നെ തള്ളി കയറ്റി, അല്ലെങ്കിൽ നമ്മളെ തന്നെ വരുത്തിക്കാട്ടി, അല്ലെങ്കിൽ നമ്മളെ തന്നെ വലിയ ആളാണെന്ന രീതിയിൽ ചിത്രീകരിച്ചൊക്കെയുള്ള പെരുമാറ്റം അല്ല. നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്ന വ്യക്തിയുടെ ചെവിയിൽ കൂടി കടന്ന് തലച്ചോറിലെത്തുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിലത് എത്തുന്ന സമയത്ത് അവിടെ രണ്ട് തരത്തിലുള്ള വൈബ്രേഷൻസാണ് സാധാരണ ഉണ്ടാവുക. സൗമ്യതയോടെ പെരുമാറുന്ന ഒരാളുടെ വാക്കുകൾ കേൾക്കുന്ന ആളുടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അയാളിലെ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. ആ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ് വൈബ്രേഷനും പോസിറ്റീവ് എനർജിയും ബ്രെയിനിൽ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ചില രാസപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ ഉത്പാദിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് സന്തോഷം ഉണ്ടാക്കുന്നതും നമുക്ക് ഒരു ആനന്ദം നൽകുന്നതുമായ രീതിയിലുള്ള രാസപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കാൻ തക്ക രീതിയിലുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ പെരുമാറ്റം സൗമ്യതയുള്ളതായിരിക്കണം. അതല്ലാതെ നമ്മൾ അവരുടെ മനസ്സിലേക്ക് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിൽ അപ്പോൾ നെഗറ്റീവ് വൈബ്രേഷനാണ് ബ്രെയിനിനകത്ത് ഉണ്ടാവുക. നെഗറ്റീവ് തരംഗങ്ങൾ, തരംഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാവും. നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള രാസപദാർത്ഥങ്ങളെ തലച്ചോറിനകത്ത് ഉത്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു നിരാശയോ ദുഃഖമോ സങ്കടമോ വൈരാഗ്യമോ വിദ്വേഷമൊക്കെ ഉണ്ടാവും, ഒരു നീരസം തോന്നും. അങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ കഴിവുകൊണ്ട് ഒഴിവാക്കും. എന്നാൽ ആദ്യം പറഞ്ഞ രീതിയിൽ പെരുമാറുന്ന, പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുന്ന, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന, അതിനനുസരിച്ചുള്ള രാസപദാർത്ഥങ്ങൾ തലച്ചോറിനകത്ത് ഉത്പാദിപ്പിക്കാൻ തക്ക വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടുകയും നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് ബ്രെയിനിനകത്ത് നെഗറ്റീവാണ് വരിക. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് രാസപദാർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രാസപദാർത്ഥങ്ങൾ ശരീരത്തിനകത്ത് ഹോർമോൺസിൽ വ്യത്യാസം വരുത്തും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറും. മാത്രമല്ല, അത്തരം ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധം തകരാറിലാവുകയും ചെയ്യും. നേരെ മറിച്ച് ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ സൗമ്യതയോടുകൂടി പെരുമാറുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് വ്യക്തിബന്ധങ്ങൾ, നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ അവർ നമ്മളെ കാണാൻ ആഗ്രഹിക്കുകയും നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും നമ്മളുമായിട്ട് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാവും. അപ്പം നല്ല ബന്ധങ്ങൾ നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് കഴിയും. ആദ്യം ഞാൻ പറഞ്ഞത് പൂർണ്ണ വിനയത്തോടുകൂടെയുള്ള പെരുമാറ്റമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന്. അതുപോലെ രണ്ടാമത് പറഞ്ഞ സൗമ്യതയോടെയുള്ള പെരുമാറ്റം. അതുപോലെ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് ചെയ്തത് സഭയിലെ ആളുകളെ. പിന്നെ ദീർഘക്ഷമയോടെ, പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ തെറ്റിയത് ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല.
മറ്റുള്ളവർക്കായി സ്നേഹത്തോടെ കാത്തിരിക്കാനുള്ള ഒരു മനോഭാവം, വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം, അത്തരൊരു മനോഭാവം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ദീർഘക്ഷമ എന്ന് പറഞ്ഞത് അതാണ്. അങ്ങനെ ഇടപെടുന്ന ആളുകളുടെ സംസാരം കേൾക്കാനുള്ള ഒരു ക്ഷമ, അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതായി സ്വീകരിക്കാനുള്ള ഒരു ക്ഷമ, അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് അവർ വിവരിക്കുന്ന സമയത്ത് മടുപ്പ് തോന്നാതെ അത് കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ. അപ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ ദീർഘക്ഷമയുള്ളവരാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാണെന്നുള്ള തോന്നൽ അവരിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത് അറിയാനായിട്ട് കഴിയും. ഈ വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ പരസ്പരം അടുത്തറിയണമെങ്കിൽ കൂടെ വസിക്കുന്നവർക്ക് മാത്രമേ അടുത്ത് അറിയാൻ കഴിയുള്ളൂ. കൂടെ വസിക്കണമെങ്കിൽ ഇതേ രീതിയിലുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പൂർണ്ണ വിനയമുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അതാണ് പൗലോസ്ലീഹ ഈ വചനത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, അത് നമുക്കറിയാലോ, കർത്താവിൻ്റെ ഏറ്റവും വലിയ പഠിപ്പിക്കലാണ് നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് നമ്മൾ ക്ഷമിക്കണം എന്നുള്ളത്. പൊറുക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ആത്മാവിൻ്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഭാരം വഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാണെന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും. എൻ്റെ ഒരു നല്ല ഇംഗ്ലീഷ് വാക്ക് ഫോർബിയറൻസ് എന്നാണ്. മറ്റുള്ളവർ ബലഹീനരാകുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം. നല്ല ബന്ധം നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അവർക്കൊരു സഹായം, ഒരു ഹെൽപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടെങ്കിൽ ആ ഹെൽപ്പ് ഞാൻ ചെന്ന വ്യക്തിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുള്ള ഒരു തോന്നൽ അവരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പത്തെ അവർക്ക് കൈമാറി കൊടുക്കണമെന്നോ ആ രീതിയിലല്ല. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം സഹായിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. ഒരു രോഗിയായി കിടക്കുന്ന അവസരത്തിൽ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് സാന്ത്വനപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ കുറച്ച് നേരം അവരോട് കൂടെയിരിക്കാൻ കഴിയും. അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നമുക്ക് സഹായിക്കാനായിട്ട് കഴിയാം. ഏത് രീതിയിലായാലും അവരുടെ ബലഹീനതയിൽ നമ്മൾ അവരെ സഹായിക്കുന്നവരാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും. അയാളടുത്ത് പോയിട്ട് യാതൊരു കാര്യമില്ല, അയാളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കാതെ വരും. വ്യക്തിബന്ധങ്ങൾ തകരാറിലാവാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആളുകളാണ്. നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഇവരെല്ലാമായിട്ട് നമ്മൾ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരിക്കണം. അവരുടെ ആ റിലേഷൻഷിപ്പ് തകരാതെ നോക്കണം നമ്മൾ. അത് ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് ഈ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തകരാറ് സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം സഹോദരങ്ങളായിട്ടുള്ള വഴക്കുള്ള ഒരാളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഇനി അവരോട് മിണ്ടില്ല എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും. ഒരിക്കലും ഞാൻ അവരോട് സംസാരിക്കില്ല. അപ്പോൾ എൻ്റെ അപ്പനോ അമ്മയോ ഒന്നും എനിക്ക് വേണ്ട വിധത്തിൽ കരുതൽ നൽകിയിട്ടില്ല. സ്വത്ത് ഭാഗം വെച്ചപ്പോൾ മറ്റുള്ള സഹോദരങ്ങൾക്ക് കൂടുതലായിപ്പോയി. ഇങ്ങനെ പല രീതിയിലുള്ള വിഷമവും പ്രയാസവും ഒക്കെ ആയിട്ട് ആളുകൾ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ രണ്ട് അന്യ കുടുംബങ്ങളെ പോലെ ജീവിക്കുക, അതൊരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ ഭാഗത്ത് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യേണ്ട ഒരു അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ വ്യക്തിബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥമായ വിശ്വാസി എന്ന് പറയുന്നത്. അവർക്കാണ് ദൈവരാജ്യം ദാനമായി നൽകുന്നത്, നിത്യജീവന അവകാശികളായി തീരുന്നത്. നഷ്ടമാക്കി കളയുന്ന രീതിയിൽ അല്പസ്വത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭൂമി പങ്കുവെച്ചപ്പോഴേ കുറച്ച് കൂടുതൽ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിലോ നമ്മൾ ഈ വ്യക്തിബന്ധങ്ങൾ തകരാറിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത്
ഈ ലോകത്തിലുള്ള സമാധാനവും സന്തോഷവും നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നിത്യജീവനം നഷ്ടപ്പെടാനുള്ള സാധ്യതകളിൽ, ദൈവരാജ്യത്തിൽ പ്രവേശനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യക്തിബന്ധങ്ങൾ തകരാറിലാക്കാതിരിക്കാൻ വേണ്ടി വളരെ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് PSC ബൈബിളിലെ വാക്ക്. കുറച്ചുകൂടി നല്ല സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കും, വിജിലന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു വ്യക്തിബന്ധവും തകരാറിലാവാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എനിക്ക് അത് മുമ്പാകെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തിബന്ധം നിലനിർത്തും. അത് മറ്റേ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും, ശ്രമിക്കണമെന്നുള്ളതാണ് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. PSC ബൈബിൾ ട്രാൻസ്ലേഷൻ വന്നപ്പോഴത് ജാഗരൂകരായിരിക്കും എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ടു കീപ് ദ യൂണിറ്റി എന്നുള്ളതാണ്. അത് നമ്മളെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മൾ കാത്തു സൂക്ഷിക്കണം വ്യക്തിബന്ധം നഷ്ടപ്പെടാതെ. വ്യക്തികളുമായിട്ടുള്ള, അപ്പോൾ ഫസ്റ്റ് സർക്കിളിൽ പെട്ട ഈ സഹോദരങ്ങളായിട്ടും മാതാപിതാക്കളായിട്ടും മക്കളായിട്ടും കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളുമായിട്ടും നല്ല വ്യക്തിബന്ധം ഉണ്ടായിരിക്കും. അവരോട് നമ്മൾ പൂർണ്ണ വിനയത്തോടുകൂടി പെരുമാറണം, സൗമ്യതയോടെ പെരുമാറണം, ദീർഘക്ഷമയോടെ പെരുമാറണം. അവരോട് നമ്മൾ സഹായം നൽകുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിൽ കൂടി പെരുമാറണം. മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ബലഹീനരാകുമ്പോൾ അവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം, അതുപോലെ തന്നെ ആത്മനിയന്ത്രണം പാലിക്കാനൊക്കെ ഉള്ളൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വചനത്തിൽ കൂടി പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ 4:15 ചില ഇത് തകരാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ കൂടി ചെയ്യണമെന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം സ്പീക്ക് ദ ട്രൂത്ത്, സത്യം സംസാരിക്കുക. നമ്മളെ ഇടപെടുന്ന വ്യക്തികളുമായിട്ട് സത്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. അപ്പോൾ ആളുകളുമായിട്ട് നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കണമെങ്കിൽ, നുണ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളോടുള്ള പെരുമാറ്റം, നമ്മളോടുള്ള വിശ്വസ്തത, നമ്മളിലുള്ള മതിപ്പൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വ്യക്തിബന്ധം നമുക്ക് ശരിയായ രീതിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയില്ല. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം സംസാരം എപ്പോഴും സത്യം, ബോഷ്ക്ക് സംസാരിക്കരുത് എന്നുള്ളതാണ്. നുണ പറഞ്ഞ ആളുകളെ ചീറ്റ് ചെയ്യുന്ന, വഞ്ചിക്കുന്ന രീതിയിലുള്ള സംസാരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സംസാരം ഉണ്ടായി കഴിയുമ്പോൾ വ്യക്തിബന്ധങ്ങൾ തകരാറിലാവും. അത് സംസാരിക്കുമ്പോൾ കോപത്തിലോ നീരസത്തിലോ മറ്റുള്ളവരോട് സംസാരിക്കരുത്. പിന്നെ ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. സംസാരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന വ്യക്തിയോട് അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട്. സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. സ്നേഹത്തിൽ സത്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ വളരെ സെലക്റ്റീവായിട്ടിരിക്കണം. വായത്തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു സംസാര രീതി ഉണ്ടല്ലോ. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാൻ നമുക്ക് ആളുകളായിട്ടിട്ടുള്ള ഞാൻ കണ്ട കാര്യം മുഖത്ത് നോക്കി പറയുന്നത്. എന്ത് കണ്ട കാര്യം? അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മുഖത്ത് നോക്കി പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സെലക്റ്റീവായിട്ട് വേണം സംസാരിക്കാൻ. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാരി കോരിച്ചെടിയാൻ പാടില്ല. ഈ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ സത്യമാണോ ഇല്ല നമുക്കറിയില്ല. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ സംസാരിക്കും. അങ്ങനെ വാരി കോരിച്ചെടിയരുത്. നമ്മൾ അതിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് വേണം അവരോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്.
മറ്റുള്ളവർക്ക് എഡിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അവരെ ഉയർത്തുന്ന രീതിയിൽ, അവരെ വളർത്തുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കുക. അവർ ഇടിച്ചു താഴ്ന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല. എഫെസ്യർ 4:25 അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആളുകളെ കളിയാക്കി സംസാരിക്കാനൊക്കെ ഭയങ്കരമായ ഇഷ്ടമാണ്. അവരുടെ കുറവുകളെ കണ്ടെത്തുകയും ആ കുറവുകൾ അവരുടെ മുഖത്തോക്കി പറയുകയും അവരെ കളിയാക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആ രീതി അതല്ല. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ധാരാളമായിട്ട് വർദ്ധിക്കുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കാനായിട്ട്. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വ്യക്തിബന്ധം നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള പോസിറ്റീവ് എനർജി കൂടി നഷ്ടപ്പെടും. നമ്മൾ നിരാശയിലേക്ക് പോകും. നമുക്ക് ദുഃഖം മാത്രമേ കിട്ടുള്ളൂ സംസാരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറില്ല. അവർ നമ്മളോട് വ്യക്തിബന്ധം നിലനിർത്താനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അവരെ ഉയർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അവർക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അവർ ധൈര്യം പകരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസിയിൽ നിന്ന്, ദൈവത്തിൻ്റെ മകളിൽ നിന്ന്, ദൈവത്തിൻ്റെ മകനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ആ രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അത് വീട്ടിനകത്തായാലും പുറത്തായാലും. ഫസ്റ്റ് സർക്കിളിലുള്ള ഈ ആളുകളുമായിട്ട് നമ്മൾ നല്ല ബന്ധം. പിന്നെ സെക്കൻഡ് സർക്കിളിൽ വരുന്ന ആളുകൾ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്നവരും ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്നവരും അനേക ആളുകളുണ്ട്. ഓഫീസിലുള്ളവർ, സ്കൂളിലുള്ളവർ, കച്ചവട സ്ഥലത്തുള്ളവർ, ബിസിനസ് സ്ഥലത്തുള്ളവർ, അയൽവക്കക്കാർ, അങ്ങനെ ആ നമ്മളുമായിട്ട് അടുത്ത് ഇടപെടുന്ന എല്ലാ വ്യക്തികളുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ 4-ാം അധ്യായത്തിലും എഫെസ്യർ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും അത് വിശുദ്ധമായിട്ട് പൗലോസ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ചില കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ധ്യാനിക്കുന്നുള്ളൂ. ചില മനുഷ്യരുടെ ആത്മാവിൽ വിമർശനത്തിൻ്റെ ആത്മാവുണ്ട്. എന്തുകൊണ്ടാവും വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ വിമർശിക്കുക മാത്രമേ അവരെ പ്രധാന ചുമതല. എഫെസ്യർ 4:31 എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ഭൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അപ്പോൾ നമുക്ക് കുറേ കുറ്റങ്ങളും കുറവല്ല, നമുക്ക് കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് അതിനെ വിമർശിക്കുന്ന അവിമർശനാത്മകമായ ആത്മാവ് നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആത്മാവുണ്ടെങ്കിൽ ദൈവസന്നിധി സമർപ്പിച്ച്, ദൈവമേ എൻ്റെ സ്വഭാവം ഇങ്ങനെ കണ്ട ആളുകളെ മുഴുവൻ, ഞാനുമായിട്ട് ഇടപെടുന്ന ആളുകളെ മുഴുവൻ വിമർശിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, വിമർശനത്തിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ദൈവം തീർച്ചയായിട്ടും ഇടപെടുകയും നമ്മളിൽ നിന്ന് ആത്മാവിനെ എടുത്ത് മാറ്റുകയും ചെയ്യും. അപ്പോൾ വിമർശനം മാത്രം തൊഴിലായിട്ട് നടക്കുന്ന ആ രീതിയിൽ നമ്മൾ അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും കുറവുകൾ അവർക്കുണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി നമ്മൾ സംസാരിക്കാമെന്നല്ലാതെ, അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നല്ലാതെ ഒരു സമൂഹ മധ്യത്തിലോ ആളുകൾ കൂടിയിരിക്കുന്നിടത്തോ അങ്ങനെ വിമർശിക്കരുത്. അങ്ങനെ വിമർശിച്ച് കഴിഞ്ഞുണ്ടാകുന്ന കുഴപ്പം ആ വ്യക്തിയുമായിട്ടുള്ള നല്ല ബന്ധം നമുക്ക് അത് സൂക്ഷിക്കാൻ കഴിയില്ല. ആ വ്യക്തിക്ക് നമ്മളുമായിട്ട് ഇടപെടാൻ താല്പര്യമില്ലാതെ വരും. അപ്പോൾ അത് നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം, പാപം ചെയ്യുന്നവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പാപത്തെ വെറുക്കാനും പാപികളെ സ്നേഹിക്കാനാണ് കർത്താവ് യേശു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇടപെടുന്ന ആളുകളോട് ദയയോടെ, മനസ്സിലോടുകൂടെ നമ്മൾ ഇടപെടണം. ഒരാൾ വലിയ മദ്യപാനിയാണെങ്കിൽ അയാളെ എഴുതിത്തള്ളാൻ പാടില്ല. നമ്മൾ അത് ദൈവത്തിൻ്റെ പഠിപ്പിക്കില്ല. പാപത്തെ നമുക്ക് വെറുക്കാം, പാപിയെ ഒരിക്കലും വെറുക്കരുത്, പാപിയെ സ്നേഹിക്കണം. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ വന്ന ദുശീലങ്ങൾ, കുറവുകൾ, പാപങ്ങൾ ഒക്കെ തന്നെ നമുക്ക് അറിയുകയും അതിനെ നമ്മൾ വെറുക്കുകയും ചെയ്യാം. പക്ഷെ ആ വ്യക്തിയോട് നമ്മൾ ദയയും മനസ്സിലും ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഈ 4:32 കൂടി പൗലോസ് പറയുന്നത്. ഇങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുന്നു. ക്രിസ്തുവിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ പാപകരമായ അവസ്ഥയിൽ നമ്മളെ വിടുവിച്ചു. നിത്യജീവൻ നമുക്ക് അവകാശമായി തന്നു. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈമിഷികമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കൊറോണ വന്ന കാലഘട്ടത്തിൽ അത് കുറെ കൂടി വ്യക്തമായാണ്. ഈ ഒന്നും ശാശ്വതമല്ല എന്നുള്ളത്. ഏത് നിമിഷത്തിലും ഈ ശരീരത്തിലെ ജീവൻ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിസ്സാര വൈറസ് പോയി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവൻ നഷ്ടപ്പെടുത്താൻ കഴിയും.
അപ്പം അത് മനസ്സിനകത്ത് നമുക്ക് എപ്പോഴും അതൊരു ചിന്തയുണ്ടായിരിക്കും, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർ ക്ഷമിക്കാൻ കഴിയുള്ളൂ. ക്ഷമയും അച്ചടക്കമില്ലാതെ നമുക്കൊരു ഐക്യത്തിലേക്ക് വരാൻ കഴിയില്ല. ആളുകളുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് വരണമെങ്കിൽ അവരെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ക്ഷമിക്കുകയും നമ്മളെ ഭാഗത്തു നിന്നൊരു അച്ചടക്കം മനോഭാവത്തോടുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്യക്തിബന്ധങ്ങൾ നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കും. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മുടെ സ്കൂൾ അസംബ്ലികളിലൊക്കെ പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഭാരതം എൻ്റെ രാജ്യമാണ്, എൻ്റെ ജന്മദേശമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. ആ ഒരു ചിന്ത ഭാരതം മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവം സൃഷ്ടിച്ച മക്കളാണെന്നും അവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണെന്നും എല്ലാവരും ഒരു ഒന്നാണെന്നും ഒരു കുടുംബമാണെന്നും ക്രിസ്തുവിലുള്ളവർ ആ കുടുംബത്തിലെ അംഗങ്ങളും കൂട്ടാവകാശികളുമാണെന്നും എപ്പോഴും ഓർക്കണം. പ്രത്യേകിച്ച് ക്രിസ്തുവിലുള്ള ആളുകൾ, ദൈവത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ചുള്ള തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂട്ടാവകാശികളാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ എല്ലാ ഭൗതികമായ കാര്യങ്ങളിലായാലും ആത്മീയമായ കാര്യങ്ങളിലായാലും കൂട്ടാവകാശികൾ, ക്രിസ്തുവിനോട് കൂടെ കൂട്ടാവകാശികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മക്കളാണ് ക്രിസ്തുവിനോട് കൂട്ടാവകാശികളാണ്. അപ്പം നമുക്ക് അങ്ങനെ കാണുമ്പോൾ ആളുകളെ കൊല്ലാനോ ആളുകളെ തല്ലാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ അവരോട് മോശമായി പെരുമാറാനോ ഒന്നും കഴിയാതെ വരും. എൻ്റെ സഹോദരനാണെന്നുള്ളൊരു തോന്നലുണ്ടാവണം. ദൈവത്തിൻ്റെ മകനാണ്, എൻ്റെ കൂട്ടാവകാശിയാണ്, എൻ്റെ സഹോദരനാണ്, എല്ലാവരും ദൈവമക്കളാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശുദ്ധാത്മ നിറവിലായിരിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവുണ്ട്. അതെപ്പോഴും നമ്മൾ ഫില്ലാക്കി വെക്കണം. അപ്പം നിറവുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പാപം വന്നു കഴിഞ്ഞാൽ നിറവിൽ കുറവ് വരും. പാപത്തിൻ്റെ ബന്ധനത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ദൈവത്തെ ആരാധിക്കണം. പരസ്പരം ധൈര്യപ്പെടുത്തി ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറയണം. നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ ധൈര്യപ്പെടുത്തണം. ഇപ്പോൾ പലരും വന്ന് പറയാറുണ്ട്, ഇതോടുകൂടി ലോകം അവസാനിക്കും, ഇനി ഇപ്പോൾ രോഗം കൊറോണ അല്ലെങ്കിൽ COVID-19 ലോകം മുഴുവൻ വ്യാപിക്കുകയും എല്ലാം അവസാനിക്കുകയും ചെയ്യുന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് ചുറ്റും കാണാനുണ്ട്. അങ്ങനെയല്ല, ദൈവം അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് നൽകും. നമ്മുടെ മനുഷ്യരാശിയെ ഒരിക്കലും അങ്ങനെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്താനും ഭയത്തിൽ നിന്ന് വിടിവിക്കാനും ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായിരിക്കണം. ആ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതുവരെ ദൈവം തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനായിട്ട് കഴിയണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നല്ല ബന്ധം നിലനിർത്താനായിട്ട് വേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിച്ച്. ഒന്ന്, പൂർണ്ണ വിനയമുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണം. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുടെ ബലഹീനതയിൽ അവരെ സഹായിക്കാനായിട്ട് തയ്യാറുള്ളവരായിരിക്കണം. സത്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. സ്നേഹത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്. സ്നേഹത്തിലാണ് സത്യം സംസാരിക്കേണ്ടത്. മാത്രമല്ല, മറ്റുള്ളവരെ ഉയർത്താനും അവരെ എഡിഫൈ ചെയ്യാൻ പറയുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനും ഒക്കെയുള്ള രീതിയിൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമൊക്കെ അവരെ വളർത്താനുള്ള രീതിയിലുള്ള സംസാരം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. വിമർശനത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കരുത്. അതുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മാവിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. പാപികളോട് ക്ഷമിക്കണം. നമ്മൾ പാപത്തെ വെറുക്കാം നമുക്ക്, പക്ഷെ പാപികളോട് നമ്മൾ ക്ഷമിക്കണം. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ മക്കളാണ് എല്ലാവരും. മാത്രമല്ല, നമ്മളൊരു കുടുംബമാണ്, നമ്മളെല്ലാവരും കൂട്ടാവകാശികളാണ് എന്നുള്ളതാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കഴിയാനായിട്ട് കഴിയും. എപ്പോഴും ആത്മാവിൽ നിറവുള്ളവരായിരിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാകണം. മാത്രമല്ല, പരസ്പരം ധൈര്യപ്പെടുത്തുന്നവരും ദൈവത്തിന് എല്ലായ്പ്പോഴും നന്ദി പറയുന്നവരായിരിക്കണം. ഇനി ബന്ധം നിലനിർത്താൻ, ഈ വ്യക്തിബന്ധം നിലനിർത്താൻ പറ്റാത്ത ഒരു 4 ചെറിയ പോയിന്റ്സ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ബന്ധം തകരാറിലാവാനായിട്ട് നിലനിർത്താൻ കഴിയാതെ വരുന്നത് ഒന്ന് അഹങ്കാരമാണ്. ഞാൻ ആരൊക്കെയാണ്, എൻ്റെ അവസ്ഥ, എൻ്റെ പൊസിഷനും പൊസഷനും, എൻ്റെ കൈവശമുള്ള സ്വത്തുക്കളും, ഞാൻ
അലങ്കരിക്കുന്ന പദവികളും അധികാരങ്ങളും ഒക്കെ ഭയങ്കരമാണെന്നൊരു തോന്നല്, അതൊക്കെ വലുതാണെന്നൊരു തോന്നല്, മറ്റുള്ളവരൊന്നും എൻ്റെ ഇടപെടുന്ന ആളുകളൊന്നും അങ്ങനെയല്ല എന്നുള്ളൊരു തോന്നല്, ഞാനെന്ന ഭാവം നമ്മളെ എപ്പോഴൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ വ്യക്തിബന്ധങ്ങൾ തകരാറില്ല, അഹങ്കാരം പാടില്ല. രണ്ടാമത്തെ സ്വാശ്രയബോധം. എനിക്ക് ആരുടെയും സഹായം വേണ്ട, എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ഞാൻ ജീവിച്ചോളാം. അതിനൊന്നും ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. രാവിലെ ചായ കുടിക്കണമെങ്കിൽ തന്നെ നമുക്ക് അനേക ആളുകളുടെ സഹായം വേണം, എങ്കിലേ ചായ കുടിക്കാൻ പറ്റുള്ളൂ. ആരൊക്കെ വേണം? ഗ്യാസ് കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ ഗ്യാസ് കത്തിക്കണമെങ്കിൽ ഗ്യാസ് അത് പ്യൂരിഫൈ ചെയ്യുന്ന തൊഴിലാളികൾ, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന തൊഴിലാളികൾ, അത് നമ്മുടെ വീട്ടിലെത്തിക്കുന്ന തൊഴിലാളികൾ, അങ്ങനെ ഒത്തിരി തൊഴിലാളികൾ അതിൻ്റെ ചായ ഉണ്ടാക്കി ചായപ്പൊടി, അപ്പോൾ തോട്ടം തൊഴിലാളികൾ, ചായ തോട്ടത്തിൽ തൊഴിലാളികൾ, അത് പ്രോസസ്സ് ചെയ്യുന്ന അവിടുത്തെ തൊഴിലാളികൾ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, പഞ്ചസാരയുടെ കരിമ്പ് തോട്ടത്തിലെ തൊഴിലാളികൾ, അങ്ങനെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ പ്രോസസ്സിങ്ങിൽ വരുന്ന തൊഴിലാളികൾ, പാലുകളാണെങ്കിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്ഷീര കർഷകർ, അതിൻ്റെ എല്ലാം പിന്നിൽ അനേക ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ നമുക്ക് ഒരു ചായ എന്താ രാവിലത്തെ ഒരു ചായ നമുക്ക് ബെഡ് കോഫി അല്ലെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ അനേക ആളുകളുടെ സഹായം വേണം. അപ്പോൾ ആരും സഹായമില്ലാതെ ജീവിക്കാമെന്ന് ആർക്കെങ്കിലും തോന്നി കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ തകരാറ്. അത് ഭയങ്കര കഠിനമായ ഹൃദയമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് മത്തായിയുടെ സുവിശേഷം 23-24 നിങ്ങളുടെ ആൾക്കാരുണ്ടെങ്കിലും വൈരാഗ്യം ഉദ്ദേശം പറഞ്ഞു തീർത്തതിന് ശേഷം ആരാധിക്കാൻ വന്നാൽ മതി, ബലി അർപ്പിക്കാൻ വന്നാൽ മതി എന്ന് പറയുന്ന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഹൃദയ കാഠിന്യമുള്ളവർ നമ്മുടെ മനസ്സലിവില്ലാത്ത ഒരു ഹൃദയമാണെങ്കിൽ, ഒരു മനസ്സാണെങ്കിൽ നമുക്ക് വ്യക്തിബന്ധങ്ങൾ നിലനിർത്താനായിട്ട് കഴിയില്ല. പിന്നെ ചിലർക്ക് വ്യക്തിബന്ധം നിലനിർത്താൻ പറ്റാതെ പോകുന്നത് അവർക്ക് സമയമില്ല, സമയക്കുറവ്. വ്യക്തിബന്ധം നിലനിർത്തണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ഒരാൾക്ക് എല്ലാത്തിനും ക്ഷമിച്ചു, എനിക്ക് സമയമില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിബന്ധമായിരുന്നു. ഒരു മരണം നടന്നു വേണ്ടി നമ്മുടെ ഏറ്റവും അടുത്ത പരിചയമുള്ള അയൽവക്കത്തുള്ള വീട്ടിൽ നമ്മളെ പോകാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അവരുടെ വ്യക്തിബന്ധം തകരും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും മറ്റുള്ള കാര്യങ്ങൾക്ക് സ്വല്പം പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിയണം. സമയക്കുറവ് നമ്മുടെ വ്യക്തിബന്ധം തകരാറിലാക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ കുടുംബത്തിന് സമയം കൊടുക്കാതിരിക്കുക, ആ മക്കള് ഭാര്യയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് സംസാരിച്ചിരിക്കാനും അവർക്ക് കുറച്ച് സമയം കൊടുക്കാനും കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് നിലനിർത്താനായിട്ട് കഴിയില്ല. അപ്പോൾ തകരാറിലാക്കുന്ന ഒരു 3-4 കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. 1 അഹങ്കാരം, 2 സ്വാശ്രയബോധം, 3 ഹൃദയകാഠിന്യം, 4 സമയക്കുറവ്. അതൊക്കെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ തകരാറിലാക്കും. വ്യക്തിബന്ധങ്ങൾ തകരാറിലാവാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഈ 3 ബൈബിൾ വെർഷനിലും ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് ബൈബിൾ സൊസൈറ്റി വ്യക്തിബന്ധങ്ങൾ കാപ്പാൻ ശ്രമിക്കണം, സൂക്ഷിക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തത് ഇംഗ്ലീഷ് ബൈബിളിൽ ടു കീപ് ദ യൂണിറ്റി, അതായത് നമ്മളെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. POC ബൈബിളിൽ സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളെ തന്നെ ഞാനുമായിട്ട് ഇടപെടുന്ന ആളുകൾ എത്ര, 200 അല്ലെങ്കിൽ 300, അതിൽ ഞാൻ നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകൾ എത്ര, ഞാൻ ഒരിക്കലും മുൻപില്ല എന്ന് പറഞ്ഞ ബന്ധുമിത്രാദികൾ എത്ര, അതൊക്കെ നമ്മൾ കുറിച്ചെടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ പോയിന്റ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിലേതൊക്കെ തകരാറുകളാണ് എൻ്റെ ഭാഗത്തുള്ളതെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാറ്റം വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യക്തിബന്ധങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. ദൈവം നമ്മളെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നൽകും. വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസത്തിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ എപ്പോഴും എന്നേക്കും